നമസ്കാരം സുഹൃത്തുക്കളെ. സോ എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ഇത് നമ്മുടെ ഇവിടെ തന്നെയല്ല, ഡൽഹിയുടെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയാൻ അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാൻബ എങ്ങനെയാണ് ഇതാ ശരിയില്ലാതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ബിൽഡാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല, കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി ആൻഡ് ഫ്രം ഇന്ത്യ, ഫ്രം കേരള, from everywhere it was coming. സോ എനിക്ക് സെറ്റപ്പ് പറഞ്ഞാൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല, ഞാൻ ബേസിക്കലി നമ്മുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മന്റെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിംഗ് ഹൗ കം one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry. And I never thought like I wants to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും സെറ്റപ്പ് തന്നെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ, കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ച് നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇതെന്റെ മേലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയാണ്. കേരളത്തിലാണ് ഈ പരിപാടി ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു ആവേശത്തിന് വായി വരുന്ന തോന്നിവാസം എല്ലാം വിളിച്ചു പറയുക, പ്രശ്നമാവും എന്ന് കാണുമ്പോൾ വന്നിരുന്ന് മാപ്പ് പറയുക. പക്ഷേ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള പല മാപ്പിലും ആ പറയുന്നവർക്ക് ഒരല്പമെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നു, പറഞ്ഞത് തെറ്റാണ് എന്ന ഒരു ബോധ്യത്തോടെയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ജാൻമണി എന്ന് പറഞ്ഞ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇവർ ആസാംകാരിയാണ്. ആസാംകാരനാണോ ആസാംകാരിയാണോ എന്നറിയില്ല, ആസാമാണ് അവരുടെ സ്വദേശം. അപ്പോൾ അവർ ഈ കുരച്ച് മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലുമായിട്ട് പറയുന്നതിൽ വർഷം എനിക്ക് തെറ്റിപ്പോയി എന്ന തരത്തിലാണ് പറയുന്നത്. മാത്രമല്ല ഞാൻ ഇങ്ങനെ ഇപ്പം ലൈവ് വരാനുള്ള കാരണം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എന്നെ ഫോണിൽ വിളിച്ച് വരട്ടിയെന്നും അതേപോലെ തന്നെ കൂടെയുള്ളവർ ഇത് പ്രശ്നമാവും, അതുകൊണ്ട് നീ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും അവരുടെ സംസാരത്തിലോ അവരുടെ ശരീരഭാഷയിലോ അവർ ചെയ്തു വെച്ച അല്ലെങ്കിൽ അവർ പറഞ്ഞതിൻ്റെ ഗൗരവം എന്താണ് എന്ന ബോധം അവർക്കില്ല. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് ഒരു കേസിൽ തീരുന്ന കാര്യമാണെന്ന് തോന്നുന്നുമില്ല. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ സംഖ്യകൾ എടുത്തിരിക്കുകയാണ്. ഈ വ്യക്തിയെ കണ്ടുകിട്ടുക അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുക, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യം കുറേ ദിവസത്തേക്കെങ്കിലും ഇവരെ പോലീസുകാർ കസ്റ്റഡിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ശരീരം നോവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇത്രയും വലിയ തെമ്മാടിത്തരം വിളിച്ച് പറഞ്ഞിട്ടും, തെമ്മാടിത്തരം എന്നാണോ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അതിനും കൂടിയ വാക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കാരണം രാഷ്ട്രീയ വിരോധം ഒരു വ്യക്തിയോട് എത്രമാത്രം ഉണ്ടെങ്കിലും ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ വ്യക്തിയുടെ മാതാവിനെ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തി വെറും വ്യക്തിയല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ മാതാവിനെ പറ്റി കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്നുണ്ട് നിർവികാരമായിട്ട് പറയണമെങ്കിൽ ആളുടെ ഉള്ളിൽ ഒട്ടും കുറ്റബോധമില്ല എന്ന് ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. അതിനാൽ തന്നെ ഇവരുടെ മാപ്പ് അംഗീകരിക്കാൻ സംഘികൾ തയ്യാറല്ല. മാപ്പൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവർ അത്രമാത്രം രോഷം കൊണ്ടിരിക്കുകയാണ്. ഇവരെ രക്ഷിക്കണമെങ്കിൽ പോലീസിന് മുന്നിൽ, അതായത് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ ഇവരുണ്ടെങ്കിൽ ഇവരെ കുറച്ച് ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വെക്കുക എന്നതാണ് ഈ സംഘികളുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയുന്നതുവരെ ഇവരെ സുരക്ഷിതമായിരിക്കാനുള്ള മാർഗം അത് മാത്രമാണ്. അല്ല എങ്കിൽ ഉറപ്പായിട്ടും ഇവർ ഈ കൊച്ചി ബേസ് ചെയ്തൊക്കെ പ്രവർത്തിക്കുന്ന ചില നടിമാർ, ചില ടെലിവിഷൻ ഷോയൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ മേക്കപ്പ് ഇട്ട് കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ രഞ്ജിനി ഹരിദാസ് എന്ന ഈ പുതിയ കാല ആക്ടിവിസ്റ്റിൻ്റെ കൂടെയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ തന്നെ കാണാനുള്ള സാധ്യതയാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇവരെ സംഘികൾ കണ്ടുപിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അവർ ഏറ്റവും സുരക്ഷിതമായിരിക്കുക എന്നത്, പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുക എന്നത് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു മാർഗം. അല്ലാതെ ഇങ്ങനെ വന്ന് യാതൊരു ആത്മാർത്ഥതയില്ലാതെ ആർക്കോ വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ മാപ്പ് പറച്ചിലിൽ യാതൊരു ആത്മാർത്ഥതയില്ല. തീർച്ചയായിട്ടും സംഘികൾ നിങ്ങളെ വെറുതെ വിടും എന്ന് തോന്നുന്നുമില്ല.